ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ അലീന ആദ്യമായി അലീനയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിറക്കി എടുത്ത് അടുക്കി പിറക്കി എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? എയർപോർട്ടിലേക്ക് ആരൊക്കെ പോകും? അമ്മയുടെ മോളും പോകുമെന്ന്. അപ്പം മുത്തശ്ശി ചോദിച്ചു, എന്താ നീ വൈജയുടെ കാര്യമാണോ ചോദിച്ചത്? ആ അതെ മുത്തശ്ശി. ആ, വൈജ നമ്മുടെ കൂടെ വരും. നമ്മള് ഇപ്പം വൈജയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. ഇപ്പം നമ്മൾ ഇനി വൈജയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പരമസുഖ. അവളെന്നെ പൊന്നു പോലെയാ നോക്കുന്നത്, ഇവിടെ കമല നോക്കുന്നത് പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ വൈജ കയറി വന്നു. വൈജ കയറി വന്നിട്ട്, ഒരുങ്ങി അമ്മേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ ഒരുങ്ങി മോളെ എന്നിങ്ങനെ പറഞ്ഞതും നമ്മുടെ അലീനെ അടിമുടി ഇങ്ങനെ നോക്കാണ് വൈജ. എന്നിട്ട് ചോദിച്ചു, അല്ല, നീയും എയർപോർട്ടിലേക്ക് പോവാണ് അവരുടെ കൂടെ? അയ്യോ, ഞാൻ എന്തിനാ എയർപോർട്ടിലേക്ക് പോകുന്നത്? ഇല്ല, ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നില്ല. അല്ല, നിന്റെ ഒരുക്കവും എടുക്കമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഓർത്തു ഇനിയിപ്പൊ നീയും എയർപോർട്ടിലേക്ക് പോവുകയാണെന്ന്. അതുപോലെയാണല്ലോ ഒരുങ്ങി നിൽക്കുന്നത്. ഇത് കേട്ടത് മുത്തശ്ശിക്ക് കാലി വന്നിട്ട് പറഞ്ഞു, എന്താ വൈജ നീ പറയുന്നത്? അവൾ എന്തൊരുങ്ങി എന്നാ പറയുന്നത്? ആ കുട്ടി ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഒരു ഡ്രസ്സ് എടുത്തിട്ടതും ഒരു ഷാൾ എടുത്തിട്ടതും ഒരുക്കാണോ? മാത്രമല്ല, ആ കുട്ടിക്ക് ചൊവ്വേ നേരെ ഒരു സൗന്ദര്യമുണ്ട്. സൗന്ദര്യമുള്ളവര് ഒരുങ്ങിയില്ലെങ്കിലും ഒരുങ്ങിയതായിട്ട് തോന്നും. അത് അവളുടെ കുറ്റമല്ലല്ലോ. ഓ, പിന്നെ ദേ, അമ്മ എന്തിനും ഏതിനും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുതേ. ആ, പെട്ടിയും നിന്റെ സാധനങ്ങളൊക്കെ എടുത്തല്ലോ. ആ, എല്ലാം എടുത്തു. ആ, എങ്കിൽ പിന്നെ പോരെ, ആംബുലൻസ് വരും. ആംബുലൻസിലാണ് അമ്മയും നീയും പോകാൻ പോകുന്നത്. ഞാനും ഹരിയും വണ്ടിയും കൊണ്ട് വരാം. അല്ല, അപ്പൊ ഇവൻ ഹരിയും വരുന്നുണ്ടോ നമ്മുടെ കൂടെ? ആ, അവനും വരുന്നുണ്ട്. അപ്പം ഹരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഹരിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല, നീ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് നമ്മുടെ മുത്തശ്ശി. ഓഹോ, അത് പിന്നെ മുത്തശ്ശി, ഞാൻ വരുന്നത് മുത്തശ്ശിക്ക് ഒരു കുറച്ചിലാണോ? അതെ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരേതായാലും എയർപോർട്ടിൽ പോയിട്ട് എന്നെ കൂട്ടാനായിട്ട് വരും. അതുവരെ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അവിടെ നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ മൂത്ത മകൻ എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. ബാക്കി എല്ലാവരും ഇറങ്ങി കേട്ടോ. നമ്മുടെ അലീനയും മുത്തശ്ശിയും ഒക്കെ ഇറങ്ങി. മുത്തശ്ശി ഇങ്ങനെ തിണ്ണയിൽ നിൽക്കുകയാണ്. അപ്പൊ അലീന അവിടെ ഉണ്ട്. അങ്ങനെ മുത്തശ്ശിയോട്, ഞാൻ പോവാട്ടോ അമ്മയെന്ന് പറഞ്ഞ് മറ്റേ പുള്ളിക്കാരൻ, അതായത് കമലയുടെ കെട്ടിയും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതെ, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാട്ടോ പോകുന്നേ. എൻ്റെ അമ്മയെ നീ നോക്കിക്കോളം കേട്ടോ വൈജയെന്ന് പറഞ്ഞപ്പം, ഞാൻ നിന്റെ അമ്മേനെ നന്നായിട്ട് നോക്കിക്കോളാം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ദേ, ഇവളെന്നെ നടത്തൂന്നാ പറഞ്ഞേക്കുന്നത്. ഇനി വരുമ്പോ നോക്കിക്കോ, ഞാൻ നടക്കും. ഞാൻ നടക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്ന. ആ, അങ്ങനെയാണെങ്കിൽ നല്ലത്, സന്തോഷം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവരെല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ആംബുലൻസ് തിരിച്ചു. ആംബുലൻസിനകത്തേക്ക് എടുത്ത് നമ്മുടെ മുത്തശ്ശീനെ കയറ്റി ഇവർ നേരെ വിട്ടടിച്ച് പോവുകയാണ് നേരെ നമ്മുടെ വൈജയുടെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പതുക്കെ ആംബുലൻസിൽ നിന്ന് നമ്മുടെ മുത്തശ്ശീനെ ഇറക്കുന്നു. ഇതിനിടയ്ക്ക് ഹരിക്ക് ഒരു കോഴിത്തരം നോട്ടമാണ് കേട്ടോ. നമ്മുടെ അലീനയിൽ ഇങ്ങനെ ഒരു കോഴിത്തരം നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയൊക്കെ ഇരിക്കണം. അപ്പം ആംബുലൻസിൽ നിന്ന് ഇറക്കി അമ്മേനെ അകത്ത് കയറ്റി കേട്ടോ, മുത്തശ്ശീനെ അകത്ത് കയറ്റി. അപ്പൊ അലീനയോട് വൈജ പറഞ്ഞു, അതെ, നോക്കി നിൽക്കാതെ ഒരു കാര്യം ചെയ്തേ, നീ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇങ്ങനെ കുനിഞ്ഞപ്പം അടുത്ത് നമ്മുടെ വൈജയുടെ മക്കളും ഉണ്ടല്ലോ. വൈജയുടെ 3 മക്കളുണ്ട്, ഒരാണും 2 പെണ്ണും. അതിൽ ഒരു മൂത്ത പെണ്ണിങ്ങനെ നമ്മുടെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കിട്ടോ. ആ മൂത്ത പെണ്ണിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ ഒരു ഗുണമാണ്. വൈജയനെ പോലെയാ, എന്തിനും ഏതിനും ദേഷ്യം, അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ. പക്ഷെ ചെക്കൻ വലിയ തരക്കേടില്ല. പിന്നെ ഇളയ കൊച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ അലീന ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആ പെങ്കൊച്ച് ഇങ്ങനെ മുഖം ഒന്ന് തിരിച്ചു. ആ മൂത്ത പെങ്കൊച്ച് മുഖം ഒന്ന് തിരിച്ചു. അപ്പൊ അലീന കാര്യമൊക്കെ എടുത്തില്ല കേട്ടോ. പക്ഷെ അലീനയ്ക്ക് ആദ്യത്തെ ആ ഒരു തന്റെ സഹോദരീനെ കാണുന്നെന്നാണല്ലോ അലീനയുടെ ഫീല്. അപ്പൊ അലീന ആ ഒരു ഫീലോട് കൂടിയാണ് ഇവരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശീനെ റൂമിനകത്ത് കൊണ്ടുപോയി ആക്കി അലീന ഇങ്ങനെ മറ്റേ പാട്ടക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വൈജയുടെ മോൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ മുത്തശ്ശീനെ നോക്കാൻ വന്ന ചേച്ചിയാണോ? ആ, അതെ എന്നിങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ പറഞ്ഞു. വളരെ മര്യാദയ്ക്ക് തന്നെയാണ് ആ ചെറുക്കൻ നമ്മുടെ അലീനയെ നോക്കിയതും. ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് ഒരു ബഹുമാനവും ഒരു ദാക്ഷിണ്യവും ഒക്കെ ഉണ്ട് നമ്മുടെ വൈജയുടെ മോന്. ഏതായാലും നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ വൈജയും വൈജയുടെ 3 മക്കളും ഹരിയും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് വെളിയിൽ നിന്നു. അപ്പം വൈജി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയിപ്പം അമ്മയ്ക്ക് ഒരു കുറവും ഇല്ലാതെ ഞാൻ അമ്മേനെ പൊന്നു പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. അപ്പം അലീന വന്ന് നിൽക്കുന്നത് കണ്ടപ്പം, നീ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്.
അപ്പൊ അല്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ട് അകത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, അല്ല ഇവളെവിടെയാ കിടക്കുന്നത്? ഇവക്ക് അപ്പുറം നിന്നൊരു കട്ടിലെടുത്ത് ഈ റൂമിൽ ഇട്ട് കൊടുക്കത്തില്ലായിരുന്നോ? ഓഹോ, അമ്മ എന്താ പറയുന്നത്? ഇവളെ ഇവിടെ കിടത്താനോ? ഏയ്, ഇത്രയും നല്ല റൂമിലെ വേലക്കാരികളെ കിടത്തുന്നത് ശരിയൊന്നുമല്ല. ഇവളെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്തെ ഒരു റൂം ഉണ്ടല്ലോ, ആ ആ വേലക്കാരി താമസിക്കുന്ന പഴയ വേലക്കാരി താമസിച്ച റൂം, അവിടെ കിടത്തിയാൽ മതി. കുഞ്ഞുമോള് നട്ടോ പഴയ വേലക്കാരിയുടെ പേര്. കുഞ്ഞുമോളുടെ കൂടെ കിടത്തിയാൽ മതി, അത് മതി. അല്ലാതെ ഇവക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇവള് വലിയ സപ്രപഞ്ച കട്ടിലൊന്നും അല്ലല്ലോ നേരത്തെ കിടന്നത്. അല്ല, ഇവള് എന്റെ കൂടെ കിടക്കണ്ടേ? ഇവള് എന്നെ നോക്കാൻ വന്നതല്ലേ? ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ തറയിൽ കിടത്താം. അവിടെയാണ് വല്ല തുണിയും വിരിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോ അലീന പറഞ്ഞു, ആ അത് സാരമില്ല, ഞാൻ അങ്ങനെ കിടന്നോളാം. ഉറക്കം വരുമ്പം ഉറങ്ങിയാ പോരെ. എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും. എവിടെ കിടന്നാലും ഉറക്കം വരണം. പിന്നെ ഈ വീട്ടില് കുറച്ച് പണികൾ അധികമുണ്ട്. അവിടത്തെ പോലെയല്ല, ഇവിടുത്തെ എല്ലാ പണികളും നീ വേണം ചെയ്യാന്. ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, എന്താ വൈജയന്തി ഇത്? നീ എന്താ ഈ പറയുന്നത്? ഈ വീട്ടിലെ പണി ചെയ്യാനാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഈ വീട്ടിലെ പണിയും കൂടെ ചെയ്യാനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ വീട്ടിലെ എല്ലാ പണികളും ഇവളും ചെയ്യണം. ഇപ്പൊ നീ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചേ. അപ്പൊ ഒരു വാക്കർ ഉണ്ടായിരുന്നു, ആ വാക്കർ ഇങ്ങനെ എടുത്ത് വെളിയിൽ കൊണ്ടുവയ്ക്കാൻ തുടങ്ങുമ്പോൾ ഹരി ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനാട്ടോ. അപ്പം ഹരിശങ്കർ ഇങ്ങനെ നോക്കുന്ന കണ്ടതും വൈജ, എടാ ഹരി അവിടെ നിന്ന് മാറി നിന്ന് അവളത് കൊണ്ടുവെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഹരി പെട്ടെന്ന് അങ്ങ് മാറി. നമ്മുടെ അലീന അത് കൊണ്ടുവയ്ക്കാനായിട്ട് അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് വൈജയന്തി കുറെ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുകയാണ്. നിൽക്കേണ്ടവരെ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ അവരെ കയറ്റി തലയിൽ വെക്കരുത്. അത് അമ്മ ഇപ്പം മനസ്സിലാക്കില്ല, പിന്നെ അമ്മ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി. അമ്മ കൂടുതൽ അവൾക്ക് പാവവും പുണ്യമൊന്നും ചെയ്തു കൊടുക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയത്ത് ആ വാക്കറൊക്കെ കൊണ്ടുവച്ചിട്ട് അകത്ത് കയറി വരാൻ നേരത്ത് അവിടുത്തെ ഇളയ കൊച്ചുണ്ടല്ലോ, പെൺകൊച്ചിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പഠിക്കുകയാണ്. അപ്പൊ അലീന തൊട്ടടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നിന്നു, അടുത്ത് ചെന്നിങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വൈജയന്തി വിളിച്ചിട്ട് അലീനെ അലീനെ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോഴത്തേക്കും ഒരു അമ്മ വിളിക്കുന്ന പോലെയൊക്കെ അല്ലേ നമ്മുടെ അലീനയ്ക്ക് തോന്നുന്നത്. അപ്പൊ ഓടി ചെല്ലുകയാണ്. അലീനയെന്ന് വിളിച്ച ഉടനെ തന്നെ വൈജയന്തിയുടെ മുമ്പിൽ ചെല്ലാൻ പറ്റുന്ന ഒരവസരവും പാഴാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഓടി വൈജയന്തിയുടെ അടുത്ത് എന്താന്ന് ചോദിച്ചപ്പോൾ അതിന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ മൊത്തം നമ്മുടെ അലീനെ ക്ലീൻ ചെയ്യുക. അപ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ഹരി ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കോണ്ട് വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വൈജയന്തിയുടെ മൂത്തേർക്കം വന്നു. ആ ചെറുക്കം വന്നിട്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മിണ്ടരുത്, നോക്കിക്കേ എന്ന് പറഞ്ഞ് താഴേക്ക് കൈ ചൂണ്ടി കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക, അല്ല നീ എന്താ, നിന്റെ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ലേ? നിനക്ക് ഇത് മാത്രമേ ഉള്ളോ കോഴിത്തരം? ഇത് കോഴിത്തരം ഒന്നും അല്ലടാ. എടാ, അവളെ കണ്ടോടാ, എന്താടാ ഭംഗി അവളെ കാണാനായിട്ട്. അവളുടെ സ്ട്രക്ചറൊക്കെ എന്തൊരു രസമാടാ. സത്യമായിട്ട് ഇതുപോലെയും വേലക്കാരികൾ കാണുമോ? ഓ, ഇനി ഇവിടെയല്ലേ നിൽക്കാൻ പോകുന്നത്. നിന്റെ ഒരു ഭാഗ്യം. എൻ്റെ എന്ത് ഭാഗ്യം? അല്ല, എനിക്കൊരു ക്രഷ് ഓൾറെഡി ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഇവളെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും എടാ, വീട്ടിൽ കിടക്കുന്ന നാടൻ കോഴീനെ പൂട്ടിയിട്ടിട്ട് കാട്ടി പോകുന്നു നീ. നിനക്കൊന്നും നാണമില്ലേടാന്ന് നമ്മുടെ ഹരി ചോദിക്കുക. അതായത് ഹരി ഈ ചെറുക്കനെയും കൂടെ പിഴപ്പിക്കുകയാണ്. ഈ ചെറുക്കന് അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ല. പക്ഷേ ഹരി ആ തോന്നൽ ഉണ്ടാക്കിയെടുപ്പിക്കുകയാണ്. സ്വന്തം പെങ്ങളാണെന്ന് ഓർത്തോണേ, അതറിയത്തുമില്ല. അപ്പൊ ഏതായാലും ഈ നമ്മുടെ ഹരി മറ്റേ ചെക്കൻ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുകയാണ്. ഏതായാലും നീ ഒന്ന് നോക്കടാ, ഞാനൊരു കിസ്സൊക്കെ അടിച്ചായിരുന്നു, ഒന്ന് കെട്ടിപ്പിടിക്കുകയും കിസ്സൊക്കെ അടിക്കുകയും ചെയ്തായിരുന്നു. ചുമ്മാ ഇങ്ങനെ പറയുന്ന പ്രായത്തിന്റെ തിളപ്പിലെ ഇത് വലിയ സംഭവമാണെന്നാണ് വിചാരം. അപ്പൊ ആ പ്രായത്തിന്റെ തിളപ്പിലായിരിക്കും നമ്മുടെ ഹരി ഇങ്ങനെയൊക്കെ പറയുന്നത്. എവിടെന്ന് അലീനെ കെട്ടിപ്പിടിക്കാൻ പോയിട്ട് അലീനയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാനേ ഹരിക്ക് പറ്റിയിട്ടുള്ളൂ. അടുത്തൊന്നും മിനിമം ഒരു ഇത്രയും ചേർന്ന് പോലും നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വലിയ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി, വലിയ ഇത് കാണിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വൈജയന്തിയുടെ മോനും തോന്നുന്നു, അത്രക്കാരിയാണോ അലീന എന്ന് അങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ, അങ്ങനെയൊക്കെ സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ അതൊക്കെ നടന്നടാ, നിനക്കാണ് ഇവിടെ ഒത്തിരി സാഹചര്യങ്ങളല്ലേ, നീ തന്നെ ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഇനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരിങ്ങനെ നിന്ന് ചിരിക്കുന്നത് കാണുന്നു. അപ്പൊ അലീനയ്ക്ക് എന്തോ പോലെ തോന്നി. അപ്പൊ അലീന തൊട്ടടുത്തിരിക്കുന്ന ആ പെൺകുട്ടി അവിടെ ഇരുന്ന് പഠിക്കുകയല്ലായിരുന്നു, അനിയത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ അനിയത്തിയോട് ചോദിക്കുക, പേരെന്താ, മോളുടെ പേരെന്താന്ന് ചോദിച്ചപ്പം അവളിങ്ങനെ കൃഷ്ണ എന്ന് പറയുന്നു. എത്രയല്ല പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആ കുട്ടി ഒരു പാവം കുട്ടിയാണ് കേട്ടോ. നമ്മുടെ അലീനയെ ചോദിക്കുന്നതിനെല്ലാം ആൻസർ കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കാം, അതെ ചേച്ചിക്ക് എന്താ ഇത്ര കളറ്? ചേച്ചിക്ക് ഇത് എന്ത് കളറാന്നുള്ള വെളുവിളാന്നിരിക്കുവാണല്ലോ, ഇത് എവിടെ നിന്ന് ഇത്ര കളർ കിട്ടിയത്? ചേച്ചി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ?
ഹേയ് ഇതൊക്കെ നാച്ചുറലാ, ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു പൗഡർ പോലും ഇടാറില്ല. ആണോ? എന്റെ കൈയൊക്കെ കണ്ടോ, കൈക്കൊന്നും നിറവേ ഇല്ല. ചേച്ചിയുടെ അത്രയും കളർ വേണമായിരുന്നു. അപ്പൊ നമ്മുടെ വൈജയന്തി വന്നിട്ട്, എന്താടി നീ കൊച്ചുമായിട്ട് കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്നത്? കൊച്ചുമായിട്ട് കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ ഇവിടെ ജോലികൾ കുറെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ജോലിയൊക്കെ പോട്ടെ, ഇന്നത്തെ ജോലി ആ കുഞ്ഞുമോള് ചെയ്തു. നാളെ മുതൽ ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടോണം. പിന്നെ ഈ വീട്, ഈ വീട്ടിൽ വല്ല കള്ളത്തരവും കാണിക്കാൻ നിന്നാല് അത് ഞാൻ എന്തിനാ കള്ളം കാണിക്കുന്നത്? എനിക്ക് കള്ളം കാണിക്കേണ്ട കാര്യമില്ല, ഇത് എന്റെയും കൂടെ വീടല്ലേ. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ നിൽക്കുന്ന വീട്ടില് എന്റെ വീടാന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതാ. നീ കൂടുതൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കണ്ട കേട്ടോ. ആ, നീ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പൈസയും സ്വർണ്ണമൊക്കെ നിന്റെ ആണെന്ന് നീ ഓർക്കും. അതുകൊണ്ട് ഒത്തിരി ആത്മാർത്ഥത കാണിക്കാൻ പോണ്ട. ഞാൻ പറയുന്ന പടി പറയുന്ന സമയത്ത് അത് മതി. അതിൽ കൂടുതൽ ആത്മാർത്ഥതയൊന്നും ഇവിടെ വൈജയന്തിയുടെ അടുത്ത് നടക്കില്ല. ഇതേ കൈതക്കലല്ല, കേട്ടല്ലോ. ആ, ഇപ്പൊ നീ പൊക്കോ, അമ്മയുടെ അടുത്ത് പൊക്കോ എന്നും പറഞ്ഞു വിടാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ആ പെങ്കൊച്ച, ഇളയ പെങ്കൊച്ച പഞ്ചപാവാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് മൂത്ത പെങ്കൊച്ച് വരുന്നുണ്ട്. പുള്ളിക്കാരി ഇച്ചിരി എന്താ പറയാ, ആരോടും മിണ്ടാതെ എന്തോ വല്ലാത്ത രീതിയിലത്തെ ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ വൈജയുടെ സ്വഭാവം ആയിരിക്കാം, മനസ്സിലൊന്നും കാണത്തുമില്ലായിരിക്കാം. അപ്പൊ ഈ ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.